ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഹ്യൂസ്റ്റണിലെ ഏത് മലയാളി പരിപാടിയിലും ഒരു മലയാള പ്രസംഗത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു പേരാണ് ജീമോൻ റാന്നി. നമ്മളുടെ റാന്നി അസോസിയേഷൻ്റെ സ്ഥാപകനൊക്കെ ആയിട്ടുള്ള അദ്ദേഹം. പക്ഷെ ഇന്ന് റാന്നി അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തോന്നിയത് ജീവന് വളരെ ശക്തരായ എതിരാളികൾ റാന്നിയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. മലയാളികൾക്ക് ഒരു വലിയ പ്രാസംഗിക കഥയുടെ ഒരുപാട് ഭാവി ഹ്യൂസ്റ്റണിൽ ഉണ്ട് എന്നാണ്. അത് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്ഥാനത്തിനും ഹ്യൂസ്റ്റണിലെ മലയാളികൾക്കും റാന്നി മലയാളികൾക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ പിറവി ആഘോഷിക്കുമ്പോൾ കേരളത്തോടൊപ്പം പിറവി കൊണ്ട മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ എല്ലാ രംഗത്തും ഒരു വലിയ കുതിപ്പ് ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നാലും കേരളത്തിൻ്റെ വികസനം ഒരു പ്രഥമ പരിഗണനയോടുകൂടി കണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ സാമൂഹ്യ ചുറ്റുപാടിൻ്റെ പരിരക്ഷ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും നമ്മുടെ സംസ്ഥാനം ഭരിച്ച വിവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാരൊക്കെ ഒരു വലിയ ശ്രദ്ധ പതിപ്പിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ലോകത്തിനാകെ മാതൃകയാവുന്ന ഒരു നിലയിലേക്ക് കേരളം മാറിയത്. അമേരിക്കയിലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിന്റെ പാഠ്യപദ്ധതിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അത് ഇന്നൊരു പാഠ്യപുസ്തകമാണ്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹത്തിന് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് യാതൊരു താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പകരം വെക്കാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കണ്ടുപിടിക്കാൻ അദ്ദേഹം ലോകം ചുറ്റുകയായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തു. അതിന് പകരം വെക്കാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലായി. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പോയി, അതൊന്നും ഇതിന് പകരം വെക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പോയി അവിടുത്തെ സാമ്പത്തിക ചുറ്റുപാടുകൾ പഠിച്ച് അതൊന്നും അമേരിക്കയുടെ സാമ്പത്തിക പദ്ധതിക്ക് പകരം വെക്കാവുന്ന ഒരു സാമ്പത്തിക ക്രമമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അവസാനം സഞ്ചരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ സന്ദർശിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പഠിച്ച് ഇതും ഞാൻ നോക്കിക്കാണുന്ന, ഞാൻ അന്വേഷിച്ച് നടത്തുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയല്ല ഇവിടെയും ഉള്ളത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് വരാൻ പോകുമ്പോഴാണ് ആരോ അദ്ദേഹത്തോട് പറഞ്ഞത് ഒന്ന് കേരളം സന്ദർശിക്കൂ എന്ന്. ഇത് നടക്കുന്നത് 1991 കേരളത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി എന്ന ഒരു പുതിയ സാമ്പത്തിക പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിൽ പോയി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പോയി സഞ്ചരിച്ച് അര പേജ് മാത്രമാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ കേരളത്തെ കുറിച്ച് സന്ദർശിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഞാൻ കണ്ടു. അത് ഇന്ത്യയിലെ കേരളം എന്ന ഒരു വളരെ ചെറിയ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികളായാൽ പോലും അവിടെ ജനങ്ങളുടെ സതുദ്ദേശത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ വളരെ മൈക്രോ എക്കണോമിക്സ് എന്ന നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കുന്ന ലോകത്തിലെ ഏക ചെറിയൊരു പ്രദേശമാണ് കേരളം. അതൊരു മാതൃകയാക്കേണ്ടതാണ് എന്നാണ്
ചെറിയ പ്രയാസം രൂപപ്പെടുമ്പോൾ 10-ൽ 10, 100-ൽ 100 നമ്മളുടെ മെമ്പർഷിപ്പ് ഒക്കെ ഒന്നിച്ചു ചേരുകയാണ് അവിടെ സഹായം എത്തിക്കാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ റാന്നിയിൽ ഒരു പ്രളയമുണ്ടായപ്പോൾ, വയനാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ലോകത്തിലാകമാനമുള്ള മലയാളികൾ ഒരു മനസ്സായി, മറ്റൊക്കെ മാറ്റിവെച്ച് ഒരു മനസ്സായി പ്രവർത്തിക്കുന്ന അതൊരു വലിയ അമൂല്യമായ നിധിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ആ നിധി നമുക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് കാലത്തേക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലാകമാനമുള്ള മലയാളികൾക്ക് ഈ മനസ്സും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയും ഇനിയും ഒരുപാട് നാൾ കൊണ്ടുവരാൻ നമ്മുടെ പിൻതലമുറയ്ക്കും ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും അതുപോലുള്ള ഒരു ഉന്മാദം കേരളത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകണം എന്ന ഒരാഗ്രഹമാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മലയാളികളാണ്. മലയാളികൾ എവിടെ പോയാലും ആ പോകുന്ന സ്ഥലത്ത് അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലും മലയാളികൾ എല്ലാ മേഖലയിലും വ്യാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഹ്യൂസ്റ്റൺ അതിന്റെ ഒരു വളരെ നിഷ്ഠാന്തമായ ഒരു ഉദാഹരണമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്സസിലാകെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മിസൂറി സിറ്റിയിലാണ്. മിസൂറി സിറ്റിയിൽ ഒരു മലയാളി മത്സരിക്കുകയാണ്. ഏർലി വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ആ ഒരു ദിവസം മാത്രമേ വോട്ടുള്ളൂ. അതടുത്ത ചൊവ്വാഴ്ചയാണ്. ഏതെങ്കിലും മലയാളി വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾക്ക് ഒരുപാട് കാലം നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി പറയുകയായിരുന്നു, മലയാളികളായ 5 ആളുകൾ ഈ ഹ്യൂസ്റ്റണിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന്. മലയാളികളുടെ അഭിമാനമായ 5 ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ആ 5ന്റെ എണ്ണം കുറയാതിരിക്കണമെങ്കിൽ ആ 5 എന്ന എണ്ണത്തിന്റെ കൂടെ എണ്ണം കൂട്ടുകയല്ലാതെ കുറക്കാൻ പാടില്ല എന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെല്ലാവരും പോയി വോട്ട് ചെയ്യണം. അടുത്ത വർഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സമയത്തും നമ്മുടെ ചില സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടാകും. അങ്ങനെ മലയാളികളാകെ രംഗത്തുണ്ടാകുമ്പോൾ മലയാളികളാകെ ഒറ്റക്കെട്ടായി, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ നമ്മൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെയും ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇനിയും മലയാളികൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ. അങ്ങനെ പോകുന്ന ഉയരങ്ങളിലേക്ക് റാന്നിയിൽ നിന്നും ഒരുപാട് ആളുകൾ വരട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.